ആരുമില്ല. ഒരു സഹായിക്കാനുള്ള മനസ്സ് കൊടുത്തല്ല. എൻ്റെ കുഞ്ഞു മോനാന്ന് അവനറിയിച്ചപ്പോഴത്തേണ് എല്ലാവരും കൂടി പണിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. ഒരുമിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് ഇതുവരെ കൊതി തീർന്നിട്ടില്ല. അപ്പോഴൊക്കെയാണ് ഭർത്താവ് ഇങ്ങനൊരു അസുഖം വന്നത്. ഇപ്പോൾ എൻ്റെ ഈ മോൾക്കും എനിക്കും ആരുമില്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങളത് കഴിയുന്ന സഹായം ചെയ്താൽ മാത്രമേ ഇനി ജീവിതത്തിലേക്ക് വരാൻ പറ്റൂ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സഹായം ചോദിക്കുന്നത്. ഈ കുഞ്ഞുമോളെ ഓർത്തെങ്കിലും എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഭാര്യക്കും ഉമ്മാക്കൊന്നും ആരുമില്ല, എല്ലാവരും കൂടി എന്നെ സഹായിക്കണം. അത്രയും വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മോനെ സഹായിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. എൻ്റെ ഉപ്പാനെ എല്ലാവരും സഹായിക്കും. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂർ കൂടാളി എന്ന പ്രദേശത്ത് സമദ് എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ വളരെ ഗുരുതരമായ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സമദിന് ലിവർ രോഗം പിടിപെട്ട് അവർ മഞ്ഞളിച്ച് അവസാന സ്റ്റേജിലാണ് പ്രിയപ്പെട്ടവരുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഉടനടി തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ. ചെറുപ്പം മുതലേ ജോലി ചെയ്ത് എന്നെ പോറ്റുന്ന എന്റെ പൊന്നു മോനാണ് ഈ ഒരു അവസ്ഥയിൽ. എനിക്ക് ഈ അവസ്ഥ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ പൊന്നു ഉമ്മ കരയുന്നത്. ഈ ഉമ്മാന്റെ വാക്കുകൾ, ഈ ഉമ്മാന്റെ സഹായ അഭ്യർത്ഥന ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾ കാണാതെ പോകരുത്, നിങ്ങൾ കേൾക്കാതെ പോകരുത്. പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ ഉമ്മയുടെ മകന്റെ ജീവൻ നിലനിർത്താനുള്ള, ഈ ഭാര്യയുടെ ഭർത്താവിന്റെ ജീവൻ നിലനിർത്താനുള്ള, ഈ പൊന്നു മോളുടെ ഉപ്പയുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായി കൊടുക്കണേ പ്രിയപ്പെട്ടവരെ. അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ്. അവസാന സ്റ്റേജിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്താൽ മാത്രമേ എത്രയും പ്രിയ സഹോദരന്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകും. അത്രയും സങ്കടത്തോട് കൂടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഈ ഉമ്മാന്റെ വാക്ക്, ഈ ഉമ്മയുടെ സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കരുത്. കരയാണ് ഈ ഉമ്മ. അത്രയും നമ്പരത്തോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത്. കണ്ടു നിൽക്കാനും നോക്കി നിൽക്കാനും പറ്റാത്ത അവസ്ഥ. എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം. ഏകദേശം 50 ലക്ഷം രൂപയോളം ഈ ഒരു സർജറിക്ക് ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാനുള്ള സാഹചര്യമുണ്ടെന്നാണ് ഹോസ്പിറ്റൽ അറിയിച്ചത്. അതുകൊണ്ട് സമദിന്റെ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട ഒരു നാട് മുഴുവൻ നിങ്ങളോട് ഈ ഒരു അവസ്ഥ പറയാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയോട് ചേർക്കുന്നുണ്ട്. പരമാവധി ആളുകൾ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനൊപ്പം ഈ വീഡിയോ ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങളെടുത്ത് എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായി നൽകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. കൈവിടരുത് പ്രിയപ്പെട്ടവരെ. നാടിന്റെയും വീടിന്റെയും പ്രിയപ്പെട്ട സഹോദരനായ സമദിന്റെ ചികിത്സാ ധനസഹായ സമാഹരണവുമായി ബന്ധപ്പെട്ടാണ് ഈ നാട് മുഴുവൻ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സമദിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും ഈ ഒരു ചികിത്സക്ക് വേണ്ടി പരമാവധി സഹായിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള സഹായങ്ങൾ എത്തിക്കണമെന്ന് എല്ലാവരോടും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. അത്തരം രോഗങ്ങളെ തൊട്ട് നമ്മയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഉദ്യമം വിജയപ്രദമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളെ, അബ്ദുൽ സമദിന്റെ കരൾമാറ്റ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സമദിനെ ജീവിത പന്താവിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ഏവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ നാട്ടുകാര്, നിങ്ങളുടെ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് നമ്മുടെ ഈ സമദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ നാടിന്റെ എല്ലാ ജീവത്തായ പ്രശ്നത്തിന്റെ മുന്നിലും ചുറിയുറുക്കോടുകൂടി പ്രവർത്തിച്ച ഒരു മഹത് നാട്ടിന്റെ കണ്ണിലുണ്ണിയായ സമദിനു വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അബ്ദുൾ സമദ് 2-3 വർഷക്കാലമായി ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബമാണ് സമദിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് സമദിന്റെ കുടുംബത്തിന് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നത്. ആരോഗ്യമുള്ള സമയത്ത് ഒരു കുടുംബം വളരെ അധ്വാനിച്ചു നോക്കി ആരുടെ മുമ്പിലും കൈനീട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അവന്റെ ഈ സാഹചര്യം അയൽപക്കത്തുള്ള ഞങ്ങൾക്കെല്ലാം വളരെ മാനസികമായ വിഷമം തന്നിരിക്കുന്നു.
സഹോദരി സഹോദരന്മാരെ, കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് അബ്ദുൾ സമദ്. ചെറിയ കുട്ടിയായിരിക്കെ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും കൃത്യമായിട്ടും ചെയ്യുന്ന സമദിന് ഇത്തരത്തിലുള്ള ഒരു മഹാരോഗം പിടിപെട്ടിരിക്കുകയാണ്. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ നിരാലംബരായ ആ കുടുംബത്തെ മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് അപേക്ഷിക്കുക. പൂവത്തൂര് ശ്രീ മഹാക്ഷേത്ര സംരക്ഷണ സമിതി പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സമദിന്റെ ചികിത്സാർത്ഥം എല്ലാവരും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് എനിക്ക് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കരൾബാധിതനായ സമദിനെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളോട് ഈ വീഡിയോ മാക്സിമം പറ്റാവുന്ന രീതിയിലുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം അടിയന്തരമായി സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പടച്ചവനെ മുൻനിർത്തി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളൊക്കെ സഹായിക്കും, സഹകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അസ്സലാമു അലൈക്കും.